മണ്ണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ കൂടി കോട്ടയത്തിന്റെ മണ്ണിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് നല്ല നൊസ്റ്റാൾജിക് ഫീൽ ഉള്ള ഒരു സ്ഥലം കൂടിയായിരിക്കും ഇത്. എസ്പെഷ്യലി CMS കോളേജ് ഗ്രൗണ്ട്, നമ്മളുടെ CIA. എങ്ങനെയുണ്ടാവും ആ ഒരു എക്സ്പീരിയൻസ്? ചെറിയൊരു നെസ്റ്റ് അടിച്ചോ? എനിക്ക് ഏറ്റവും നല്ല ഓർമ്മകളൊന്നാണ് CI ഇവിടെ ഷൂട്ട് ചെയ്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാമ്പസ് CMS ആണ്. ഇത്ര ഭംഗിയുള്ള ക്യാമ്പസ് കിട്ടിയ നിങ്ങളെല്ലാവരും ഭാഗ്യം. എനിക്ക് ഇവിടുത്തെ മരങ്ങളും ഈ ഗ്രൗണ്ടും എല്ലാം നമ്മളെല്ലായിടത്തും ഷൂട്ട് ചെയ്തു. ഇവിടെ ഫുട്ബോൾ കളിക്കുന്നതും മറ്റു ഹാളുകളിലേക്കും ചാപ്പിൽ ഒരു ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ നല്ല ഓർമ്മകളാണ്. ഇൻഫാക്ട് കോട്ടയം, പാല, ഈ പ്രദേശം മൊത്തം എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള എനിക്കൊരു ആക്ച്വലി DQ ഞങ്ങളിവിടെ ആദ്യം വന്നപ്പോൾ ഈ ഒരു ടീം ഉണ്ടല്ലോ, ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് അനങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കുറേ നേരം ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കുന്നു? ഇല്ല, ഞാൻ എൻ്റെ എനർജി മൊത്തം സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ സ്വന്തം കുഞ്ഞിക്ക വരുമ്പോൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കുറച്ച് പേര് ഇരിപ്പുണ്ട് കേട്ടോ. ഇവരുടെ കൂടെ അങ്ങനെ ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ കൂടിയും അത്രത്തോളം DQനെ ഒന്ന് നേരിൽ കാണണം. ഒന്ന് ഇവിടെ വരാമോ? ഉണ്ട്, നല്ല എനർജി ഉണ്ട്. ഇവർ കുറച്ചുകൂടെ വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യം ചോദിച്ചിട്ടുണ്ട്. കോട്ടയത്ത് ഇപ്പോൾ തിരിച്ച് ഒന്നുകൂടി വന്നു, നല്ല നൊസ്റ്റു അടിച്ചു എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം വന്നിട്ടുള്ളത് സ്വയംവര സിൽക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്വയംവര സിൽക്സ് നമ്മൾ പ്രത്യേകിച്ചും ഈ ഒരു ആഡ് കാണുമ്പോൾ വാവ്, നമ്മളൊരു മൂവി കണ്ട പോലെയുള്ളൊരു ഫീലിലാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു സ്വയംവര സിൽക്സ്? സ്വയംവരയുടെ ഓരോ ആഡ്സും നമ്മളൊരു ഒരു മിനി ഫിലിം ചെയ്യുന്ന അത്രയും തന്നെ രസകരവും അതിലൊരു കഥയും ടിപ്പിക്കലി ഒരു ഡാൻസ് കൊറിയോഗ്രാഫി ഒക്കെ ഉണ്ടാവും. ഞാൻ അവിടെ കുറച്ച് പേടിച്ച് വരണ്ടൊക്കെ വന്നു, എനിക്ക് ഡാൻസ് അത്ര ഇഷ്ടമല്ല. പക്ഷേ എങ്ങനെയെങ്കിലും അവർ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതുവരെ ചെയ്ത എല്ലാ ആഡ്സും ഭയങ്കര മെമ്മറബിൾ ആണ്. അത് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഡാൻസ് ചെയ്തില്ലെന്ന് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. എന്നെ നൽകാത്തുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നമുക്ക് അങ്ങനെ ഉണ്ടോ? ഇല്ല, എന്നോടൊന്ന് നീങ്ങി നിൽക്കുന്നു കാരണം കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കേരളത്തിന്റെ ഒരു ഫാഷൻ ഹബ് ആണ് ശരി തന്നെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് DQ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു യൂത്ത് ഐക്കണാണ്, ഒരു ഫാഷൻ ഐക്കണാണ്. അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമോ? പ്രത്യേകിച്ചും സ്വയംവരമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഒബ്സർവ് ചെയ്യുന്ന ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആണ്. ഇവിടെയുള്ള എല്ലാവരും എന്നേക്കാൾ ഫാഷനബിൾ ആണ്. എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ഇത്തിരി പഴയ ട്രെൻഡായി. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെ കണ്ടോ എനിക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടാൻ. പക്ഷെ എനിക്ക് പൊതുവെ കേരളത്തിലെ പിള്ളേർ ഭയങ്കര സ്റ്റൈലിഷ് ആണ്. എസ്പെഷ്യലി ഞാൻ ആക്ച്വലി ഈ അടുത്ത ചോദ്യം ശരിക്കും പറഞ്ഞാൽ ചോദിക്കേണ്ട ആവശ്യമില്ല, എങ്കിൽ കൂടി ഞങ്ങൾക്ക് ഒരു ഹരം കൊള്ളാൻ വേണ്ടി ചോദിക്കുകയാണ്. DQന്റെ ഏറ്റവും വലിയൊരു ഫാഷൻ ഐക്കണായിട്ട് ഫോളോ ചെയ്യുന്നത് ആരെയായിരിക്കും? ഞാൻ ഇത്ര ഉള്ള പോലെ എനിക്ക് ഒരു ഫാഷൻ ആയിക്കോണുള്ളൂ. എന്റെ വീട്ടിലുള്ള ആളാണ്. അറിയാം, ഇത് തന്നെയായിരിക്കും ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ആൻസർ. ഇന്നലെ വരെ എനിക്ക് ദുബായിൽ എന്തോ ഒരു ഇവന്റ് ഞാൻ ആ ഔട്ട്ഫിറ്റ് നോക്കിയിരിക്കുന്നത്. എന്ത് ട്രെൻഡായി കണ്ട് സെറ്റ് ചെയ്യാൻ പോകാൻ നമുക്ക് പറയാം. ഞാൻ ആക്ച്വലി ആ പോസ്റ്റ് കണ്ടപ്പോ ഷാനി അതിന്റെ താഴെ എഴുതുന്നു, ഈ മനുഷ്യൻ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് തന്നെയാണ് ശരിക്കും ഞാൻ ആഗ്രഹിച്ച ഉത്തരവും അത് തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഒരു കാര്യം കൂടെ നമ്മൾ സ്വയംവരമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറയാണ്, നമ്മളുടെ ഈ ജിംഗിൾസിലുള്ള റീൽ നമ്മൾ ഇവർ എല്ലാവരോടും റീൽസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരോട് റീൽസ് ഒക്കെ ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് നല്ലൊരു ആട്ടിപ്പൻ സമ്മാനം ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീൽ ചലഞ്ച്. അപ്പൊ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ഡാൻസ് ചെയ്യാൻ പേടിയായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കും.
ആയിരിക്കും. അതിലെനിക്ക് ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾ പൊളിച്ച് ചെയ്യും. വിന്നേഴ്സ് എന്തായാലും തകർപ്പൻ ഗിഫ്റ്റ് ആയിരിക്കും. സ്വയംവരം ഒരിക്കലും അങ്ങനെ ഡിസപ്പോയിന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി പ്രത്യേകിച്ച് നമ്മളോടൊപ്പം കുറച്ച് ചീഫ് ഗസ്റ്റുകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഔപചാരികമായിട്ടുള്ള ഒരു ഇനോഗ്രേഷൻ നടത്തിയതിനു ശേഷം എന്നിട്ട് നമുക്ക് അടുത്തത് ഒന്ന് കുറച്ച് നേരം ഒരു സെൽഫി ഒക്കെ വേണം കേട്ടോ. ഞാനൊരു സ്വാർത്ഥമായിട്ട് കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് ആക്ച്വലി ഇട്ടുകൊണ്ട് തന്നെ മുട്ടടിക്കുന്നത് കാണുന്നില്ലെന്നേ ഉള്ളൂ. എനിക്ക് ഹ്യൂജ് ഫാൻ. എനിക്ക് Thank you so much. തീർച്ചയായിട്ടും നമ്മുടെ കോട്ടയക്കാരുടെ എല്ലാവരുമായിട്ട് ഒരു സെൽഫി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഞാൻ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മളുടെ ഇത്രയും വിശിഷ്ടാതിഥികളെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒപ്പം നമ്മളുടെ സ്വയംവര സിൽക്സിന്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മളുടെ ഏറ്റവും സിമ്പിൾ ആൻഡ് ഹംബിൾ ഓണേഴ്സ് സർ പ്ലീസ് ശങ്കരകുട്ടി സാറിനെയും ആബ്ദ മാമിനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.